നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് വഴി 3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ തൃപ്തികരമായിട്ടുള്ള സ്ഥാനക്കയറ്റം അഥവാ ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന സൂചനകൾ പോലും മേലധികാരികളിൽ നിന്നും വന്നു ചേരുവാനിടയുണ്ട്. ഒരു പക്ഷേ ഇതിന്റെ വെളിച്ചത്തിൽ 2-3 മാസം ഗൃഹത്തിൽ നിന്ന് വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വയം തീരുമാനിച്ച വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും ഒരു പക്ഷേ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറുകളായിരിക്കാം, സംയുക്ത സംരംഭങ്ങളായിരിക്കാം, അതിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ജീവിത പങ്കാളിയുടെ പേരിൽ ഭൂമി വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനുമുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക രംഗങ്ങൾ മുതലായവയിലെല്ലാം തന്നെ വളരെ തൃപ്തികരമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. പ്രഥമ സ്ഥാനം നഷ്ടപ്പെടുമോ ലഭിക്കുമോ എന്ന ധാരണയൊന്നും ഇല്ലെങ്കിലും അവതരണ ശൈലിയിൽ തെറ്റുകളൊന്നുമില്ലാതെ അവതരിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. സ്വഭാവവിശേഷത്താൽ പലവിധത്തിലുള്ള ദുഷ്കീർത്തികളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടവരും. നീർദോഷ, പ്രമേഹ, ഉദരരോഗ പീഡകൾക്ക് നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ പ്രാണായാമം, യോഗ, പ്രകൃതി ഭക്ഷണ രീതികളെല്ലാം അനുവർത്തിക്കാൻ തീരുമാനിക്കും. അർത്ഥശൂന്യമായിട്ടുള്ള ആശയങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സുഹൃത്തുക്കൾക്ക് നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ ഇതിന്റെ വെളിച്ചത്തിൽ അവർക്ക് വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും തൊഴിൽ മണ്ഡലങ്ങൾക്ക് ആണെങ്കിൽ പോലും പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. വിശ്വാസയോഗ്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ഒരുപക്ഷെ ഈ ഒരു മാസം കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മക്കളോടൊപ്പം പുണ്യതീർത്ഥ, ഉല്ലാസ, വിനോദയാത്രകൾക്ക് തീർത്തും അവിചാരിതമായിട്ട് അവസരങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ദൂരദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളായിരിക്കാം ജന്മനാട്ടിൽ വന്നു ചേരുകയും അവരുടെ ഉത്സാഹത്തിൽ അഥവാ നേതൃത്വത്തിൽ ഇങ്ങനെ അവസരം മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും തീർത്തും അവിചാരിതമായിട്ട് നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നു. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശവും കൃഷി വകുപ്പിന്റെ ഉപദേശവും തേടുവാനിടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ദൈനംദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നത് വഴിയും എന്നാൽ ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റമൊന്നും ഇല്ലാത്തതിന്റെ സ്ഥിതിക്ക് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ തനിയെ ആദ്യം പോയി പിന്നീട് 6 മാസത്തിന് ശേഷം ജീവിത പങ്കാളിയും കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുക എന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനാണ് യോഗമുള്ളത്. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്മാറേണ്ടതാണ്. ബന്ധുമിത്രാദികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് വഴി പ്രായാധിക്യമുള്ളവരായിരിക്കാം, അവരെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. ദുഷ്പ്രചരണങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനം, എല്ലാം തുറന്നു പറയുന്ന സമീപനം ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ 5-6 മാസമായിട്ട് ഔദ്യോഗിക തലത്തിൽ
അത്ര തന്നെ നേട്ടമില്ലാത്തത് കൊണ്ടും സ്ഥാനക്കയറ്റം അർഹതയുണ്ടെങ്കിൽ പോലും ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മറ്റ് ജോലി സ്ഥാപനങ്ങൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുന്ന പക്ഷം നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ മറ്റു ജോലികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഏതൊരു കാര്യങ്ങൾക്കും സ്വല്പം ആശങ്ക പ്രാരംഭത്തിൽ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം പ്രതീക്ഷിച്ചതിലുപരി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള അവസരം മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ വന്നു ചേരുവാൻ പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഡിസംബർ മാസത്തിൽ മാത്രമല്ല ഇനി ഒരു 3 മാസത്തേക്ക് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്നീ മാസങ്ങളിലൂടെ ഒക്കെ തന്നെ ഈ ചുമതലകളെ കൊണ്ട് ഒരുപക്ഷെ 2 ആഴ്ച കൂടുമ്പോൾ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വേറെ ചിലർക്ക് ജോലി സ്ഥലത്തിനോട് അനുബന്ധമായിട്ടൊരു സ്ഥലത്ത് സ്ഥിരതാമസം വേണ്ടി വരുവാൻ പോലും സാധ്യതയുണ്ട്. സ്വല്പം ആശങ്ക വർദ്ധിക്കും. മറ്റൊരു ജോലികളൊക്കെ അപേക്ഷിച്ചാലോ എന്ന തോന്നലൊക്കെ ഉണ്ടാവും. മറ്റു ജോലി ലഭിച്ചാൽ പോവാം എന്നല്ലാതെ നിലവിലുള്ളത് ഉപേക്ഷിച്ചാൽ തത്തുല്യമായിട്ടുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി രാജിവയ്ക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് പുത്രപൗത്രാദികളുടെ ആഗമനം, അന്യനാട്ടിലോ വിദേശത്തോ താമസിക്കുന്നവരുടെ അവരുടെ ആഗമനവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഡിസംബർ മാസത്തിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും നീതിയുക്തമായുള്ള സമീപനം അവലംബിക്കുന്നത് വഴി ചിലരിൽ നിന്നും അസ്വാരസ്യങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായതും സത്യസന്ധവുമായതുകൊണ്ട് ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുന്നത് സർവ്വജനങ്ങളിൽ നിന്നും അംഗീകാരത്തിന് പോലും സാധ്യതയുണ്ട്. പ്രവർത്തന ശൈലിയിൽ പുതിയ ആവിഷ്കരണ ശൈലി, പുതിയ പ്രചരണ രീതികളെല്ലാം അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി, പ്രത്യേകിച്ചും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാനും വിപുലീകരിക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവസരം വന്നു ചേരും. സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വ്യവസായം നവീകരിക്കുവാൻ തീരുമാനിക്കുമെങ്കിലും അതിന്റെ ഒരു പദ്ധതി പണം മുതൽ മുടക്കുന്നതിൽ നിന്നും പ്രതിഫലം ലഭിക്കുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേറെ ചിലർക്ക് വാടകയ്ക്ക് കൊടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. അമിതമായിട്ടുള്ള അധ്വാനത്താൽ ദേഹക്ഷീണം അനുഭവിക്കുവാനും മാസത്തിന്റെ ഒടുവിൽ ഒരുപക്ഷെ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകുവാനും സാധ്യതയുണ്ട്. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്ന് വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി പണം കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത കാണുന്നു. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആർഭാടങ്ങൾ ഒഴിവാക്കി അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ളൊരു ആത്മസംയമനത്തോടുകൂടി, ആത്മനിയന്ത്രണത്തോടുകൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുവാനും അതിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് എല്ലാ വിധത്തിലുള്ള വരും വരായികളെ പറ്റി ചിന്തിച്ചുകൊണ്ട് അവലംബിക്കാനും അവസരം ഉണ്ടാകും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്.
കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവീകരിച്ചുകൊണ്ട് എല്ലാ കാര്യത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടും, അതായത് തൊഴിലും ജീവിതവും കുടുംബജീവിതവും ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ളൊരു സമീപനം സ്വീകരിക്കുന്ന പക്ഷം ആശ്വാസമേകുന്ന ഘടകങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള പാഠ്യപദ്ധതി ഒക്ടോബർ മാസത്തോടുകൂടി പൂർത്തീകരിച്ചിരുന്നു. എന്നിരുന്നാൽ നല്ല ജോലി ലഭിക്കാത്തത് കൊണ്ട് വികസിത രാഷ്ട്രത്തിൽ നിന്നും മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ദേഹപരമായിട്ടുള്ള പലവിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള പരിശോധനയിൽ ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകൾ, ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ഇതിന് ഏറ്റവും നിദാനമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യായാമത്തിനും ഭക്ഷണ ക്രമീകരണങ്ങൾക്കും തയ്യാറാകുവാൻ പോലും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.